ഹലോ, വെൽക്കം ടു യുവർ ചാനൽ ട്വിൻസ് ആൻഡ് ടോഡ്ലർ. ഇന്ന് നമ്മുടെ ആമിക്കുട്ടിയുടെ സ്കൂളിലെ ന്യൂസ് പേപ്പർ ഫാഷൻ ഷോയ്ക്ക് പോകുന്ന വ്ളോഗാണ്. അവരുടെ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും ഓരോരോ കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മളിത് ആമിക്കുട്ടിക്ക് ഫാഷൻ ഷോയ്ക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ന്യൂസ് പേപ്പറും കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ 9:30-ക്കാണ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെത്തിയപ്പോഴത്തേക്കും കുറേ പേരൊക്കെ റെഡിയായിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ചിലർ റെഡിയായിക്കൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ ഒരാളെയും കൊണ്ടായിരുന്നു പോയത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ റെഡിയായി എല്ലാം വെച്ചിട്ട് നമ്മളൊരു മാലാഖയുടെ തീമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഗൗരി ഉണ്ടായിരുന്നു ഫാഷൻ ഷോയ്ക്ക്. അപ്പോൾ റെഡിയായി കഴിഞ്ഞ ഉടനെ ആമിക്കുട്ടി ഇറങ്ങി വിട്ടു ഗൗരിയുടെ അടുത്തേക്ക്. ഗൗരീനെ കണ്ട സന്തോഷമാണ് ഇപ്പോൾ കണ്ടത്. ഗൗരിക്കുട്ടി നല്ല സുന്ദരിയായിട്ട് പ്രിൻസസ് ആയിട്ട് അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. റെഡിയായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് നിർത്തിയതാണ്. ആമിക്കുട്ടിക്ക് പിന്നെ ഇച്ചിരി കുറുമ്പ് കൂടുതലായതുകൊണ്ട് ഒരിടത്തും അടങ്ങി നിൽക്കുന്ന പരിപാടിയില്ല. എപ്പോഴും ഇങ്ങനെ പിരിപിരിന്ന് നടക്കുവാണ്. നമ്മുടെ പ്രോഗ്രാം കാണാനുള്ള ഓഡിയൻസൊക്കെ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. LKG UKGയിലെ സ്റ്റുഡൻസ് ആയിരുന്നു എല്ലാവരും. ശങ്കരൻ കരയാൻ തുടങ്ങിയ നിർത്തില്ലാത്തതുകൊണ്ട് ഇന്നും നമ്മൾ ശങ്കരനെ തന്നെ കൊണ്ടുവന്നേ. ഇന്നത്തെ ഫസ്റ്റ് എൻട്രി നമ്മുടെ ഗൗരിക്കുട്ടിയുടെ ക്ലാസ്സിൻ്റെ ആയിരുന്നു. ഗൗരിക്കുട്ടി ഇതേ മന്ദം നടന്നു വരുന്നുണ്ട്. ഗൗരിയുടെ ക്ലാസ് LKG ലാവൻഡറും ആമയുടെ ക്ലാസ് LKG ഡാലിയയുമാണ്. ഗൗരി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു. ഒരുങ്ങിയിട്ട് നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. അടുത്ത നമ്മുടെ ആമിക്കുട്ടിയുടെ ക്ലാസ്. ആമിക്കുട്ടി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല അവളിങ്ങനെ പെർഫോം ചെയ്യുമെന്ന്. ഒരു മാന്ത്രിക വടിയൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അതിങ്ങനെ ജസ്റ്റ് കറക്കിയൊക്കെ കാണിച്ചു. പിന്നെ ഒന്ന് വട്ടം കറങ്ങിയൊക്കെ കാണിച്ചു. ടീച്ചറൊക്കെ പുറകിൽ നിന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. ആമയുടെ ഡ്രസ്സ് ബാക്കിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു മയിലിൻ്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ഫുള്ള് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ ഡിസ്പ്ലേ ആയിട്ട് ആമീനെ ഗൗരിയുടെ അടുത്ത് തന്നെ ടീച്ചർ കൊണ്ട് നിർത്തിയത്. ആമയ്ക്ക് അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ബോറടിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അവൾ കരയാനൊക്കെ തുടങ്ങി. എന്നെ കണ്ടപ്പോൾ അമ്മയുടെ അടുത്ത് പോകണമെന്നും പറഞ്ഞ് കരയാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ചെന്ന് സമാധാനിപ്പിച്ചൊക്കെ അവിടെ നിർത്തി. ഇപ്പം തന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തിയിട്ട് പോകുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ എല്ലാവരെയും അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തൊക്കെ നിർത്തുന്നുണ്ട്. ടീച്ചർ എല്ലാവരോടും ഒന്ന് അടിപൊളിയായിട്ട് ചിരിച്ചൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരുടെയും മുഖമൊക്കെ വാടിയൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ഇങ്ങനെ റെഡിയായി നിന്ന് എല്ലാവരും ചിലപ്പം മടുത്തിട്ടൊക്കെ ഉണ്ടാവും. ആമയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി വന്നാൽ മതി എന്നുള്ള രീതിക്ക് ആമിക്കുട്ടി നിൽക്കുന്നത്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് ടീച്ചർ പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. റിസൾട്ട് രാത്രി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക ചെയ്ത്. ഫസ്റ്റ് പ്രൈസ് ആമിക്കുട്ടിക്കുണ്ട്. ഗൗരിക്കുട്ടിയും ഫസ്റ്റ് പ്രൈസ് തന്നെയുണ്ട്. ഇനി യൂണിഫോമൊക്കെ മാറ്റി ക്ലാസ്സിലേക്ക് തന്നെ വിടുമോ എന്നുള്ള പേടിയിലാണ് ആമി വരുന്നത്. ഇറങ്ങി വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്, അമ്മ ടീച്ചറോട് പറ ഞാൻ യൂണിഫോമും ബാഗൊന്നും കൊണ്ടുവന്നില്ല എന്നാണ്. ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇതേ അവിടെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. എന്നാലും സ്കൂളിൽ നിന്ന് പോകുന്നവരൊരു പേടിയായിരുന്നു, ഇനി എങ്ങാനും സ്കൂളിൽ വിട്ടിട്ട് പോകുമോ എന്നുള്ളത്. പോകുന്ന വഴിക്ക് പറഞ്ഞു, അച്ഛൻ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുമോയെന്ന്. എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും മതി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.